അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഈ ക്യാമ്പ് സംഘടിപ്പിക്കുകയും അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അധ്യക്ഷനടക്കമുള്ള അതിൻ്റെ ഉത്തരവാദപ്പെട്ട സഹപ്രവർത്തകരെ, വളരെ ദൂരദിക്കുകളിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പുറപ്പെട്ട ഈ ഒരു നല്ല കൂട്ടായ്മ ഒരിക്കലും നമുക്ക് നഷ്ടമാകുകയില്ല എന്ന സൽവിചാരത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം നമ്മളിവിടെ ഇരിക്കേണ്ടത്. നിങ്ങൾ കാഴ്ചശക്തി കുറഞ്ഞവരോ ഇല്ലാത്തവരോ ആണെങ്കിലും കുറേയധികം ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും അതിനെപ്പറ്റി ബോധമുള്ളവരുമാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ നിങ്ങൾ എത്തിപ്പെട്ടത്. നിങ്ങൾക്ക് കാഴ്ച പരിമിതി നിലനിർത്തിക്കൊണ്ട് തന്നെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും, ഖുർആനും ഹദീസും ദിക്റുകളും ദുആകളും പഠിക്കാൻ ആവശ്യമായ ബ്രൈലി ലിപിയിലുള്ള ഗ്രന്ഥങ്ങളും ഇതുപോലെയുള്ള നിരന്തരമായ ക്ലാസ്സുകളും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് ഈ ക്യാമ്പ്. ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച എൻ്റെ സുഹൃത്തുക്കളെല്ലാം സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ ഈ ഒരു പ്രയാസം, നിങ്ങൾക്ക് കാഴ്ച പരിമിതിയുടെ പ്രയാസമാണെങ്കിൽ കാഴ്ചയുള്ള ഞങ്ങൾക്ക്, ഇതിൻ്റെ സംഘാടകർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അതുപോലെയോ അതിനേക്കാളേറെ വേദനയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന സങ്കടങ്ങൾ വേറെയും ഉണ്ട്. ഒരിക്കലും നമ്മൾ നിരാശരാവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എത്രയോ പ്രവാചകന്മാർ, അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തെപ്പറ്റി ഇതുപോലെയുള്ളൊരു ക്ലാസ്സിൽ ഞാൻ പണ്ടും സൂചിപ്പിച്ചിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം ശരീരം മുഴുവനും തളർന്ന് ഏതോ ഒരു മാരകമായ രോഗം പിടിപെട്ട് ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ കഷ്ണം കഷ്ണമായി കിടക്കുന്ന പായയിൽ മുറിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ പരിചരിക്കുന്ന കുടുംബങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയി. ഇത് കാണാൻ കഴിയാത്തത് കൊണ്ട്, മുറിവുകളും അതിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധങ്ങളും സഹിക്കാൻ കഴിയാത്തത് കാരണത്താൽ അവസാനം യുവതിയായ ഭാര്യ മാത്രമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കാനുണ്ടായത്. ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രവാചക ചരിത്രത്തിൽ അത് പറയുന്നുണ്ട്. സൗന്ദര്യമുള്ള, നീളമുള്ള മുടിയും നല്ല ശരീരഘടനയും ഉണ്ടായിരുന്ന യുവതിയായ ഭാര്യ രണ്ടും കൽപ്പിച്ച്, എൻ്റെ ഭർത്താവിനെ ഞാൻ കൈവിടുകയില്ല, മരണം വരെ എന്ന തീരുമാനത്തോടുകൂടി അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പരിചരിച്ചു. എല്ലാം വിറ്റ് തീർന്ന്
അവസാനം അയ്യൂബ് നബിക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനുമുള്ള കഴിവില്ലാതെ പോയപ്പോൾ ആ പെൺകുട്ടി ആ നാട്ടിലെ ധനികന്മാരായ പണക്കാരുടെ വീട്ടിൽ പണിക്ക് പോയി അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ കൂലിയും അവിടെ ബാക്കി വരുന്ന ആഹാരങ്ങൾ കൊണ്ടുവന്ന് അയ്യൂബ് നബിയെ പരിരക്ഷിച്ചത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ഞാൻ ജോലി ചെയ്യാൻ പോകുക എന്നുള്ളതേ പറഞ്ഞിരുന്നുള്ളൂ. അവസാനം നാട്ടുകാർ മനസ്സിലാക്കി ആ മോശമായ രോഗം പിടിപെട്ട അയ്യൂബിൻ്റെ ഭാര്യയാണ് ഈ പെണ്ണ്. അവളെ നമ്മളെ വീട്ടിലേക്ക് അടുപ്പിച്ചാൽ നമ്മൾക്കും നമ്മളെ മക്കൾക്കും ഇതുപോലെയുള്ള രോഗം പിടിപെടും. അതുകൊണ്ട് ആരും അവളെ പണിക്ക് വിളിക്കാതായി, ജോലിക്ക് വിളിക്കാതായി, വീട്ടിലേക്ക് കടത്താതായി. ആ കുടുംബം വളരെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടു. അവസാനം ഗത്യന്തരമില്ലാതെ ശരീരത്തിലെ തലയിലെ മുടി അവൾ മാർക്കറ്റിൽ പോയി വിറ്റു. അന്നത്തെ മാർക്കറ്റിൽ ആ പുരാതന കാലത്ത് നീളമുള്ള യുവതികളുടെ മുടികൾ മുറിച്ച് വിറ്റാൽ വലിയ സംഖ്യ കിട്ടുമായിരുന്നു. അയ്യൂബ് നബി അറിയാതെ, അദ്ദേഹത്തിൻ്റെ കണ്ണുപോലും കാഴ്ചശക്തി നഷ്ടപ്പെട്ട രോഗമായിരുന്നു. അറിയാതെ, ഭർത്താവ് അറിയാതെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും വേണ്ടി ആ സ്ത്രീ മുടി വിറ്റു. അവസാനത്തെ വിൽക്കാനുള്ള വസ്തുവായിരുന്നു ശരീരത്തിൽ തന്ന പടച്ചോൻ തന്ന മുടി. എന്നിട്ട് തല കെട്ടിപ്പൊതിഞ്ഞ് ഒരിക്കലും ഭർത്താവ് കാണരുത്, എൻ്റെ മുടി വിറ്റത് കാണരുത് എന്ന നിർബന്ധത്തോടുകൂടി, ആ ഭർത്താവിനെ വേദനിപ്പിക്കരുത് എന്ന നിർബന്ധത്തോടുകൂടി ആ സഹോദരി ഭർത്താവിനെ പരിചരിച്ച് ഏതോ ഒരു നിമിഷത്തിൽ അദ്ദേഹം ഉള്ള കാഴ്ച കൊണ്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഭാര്യയുടെ തലയിൽ ഒരു കുറ്റി മുടി പോലുമില്ല, അതൊക്കെ വിറ്റുപോയിരിക്കുന്നു എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. ആ സങ്കടം സഹിക്കവയ്യാതെയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. ഖുർആനിൽ കാണാം, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അയ്യൂബിനെ പറ്റി നിങ്ങളൊക്കെ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ പറ്റി ജീവിതം പഠിച്ചിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഇദ് നാദാ റബ്ബഹു, അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു, അന്നി മസ്സനിയദ്ദുർറു, റബ്ബേ എനിക്കിപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞാൻ കുടുങ്ങിപ്പോയിരിക്കുന്നു, ബുദ്ധിമുട്ട് ബാധിച്ച് ഞാൻ നാനാഭാഗത്തു കൂടി കുടുങ്ങിപ്പോയിരിക്കുന്നു. വ അൻത അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണാനിധിയായ റഹ്മാനും റഹീമുമായ രക്ഷിതാവേ, ഈ കുടുക്കിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് വേദനയുടെ അവസാനത്തെ വേദന സഹിക്കാൻ കഴിയാതെ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. കാരുണ്യവാനായ അള്ളാഹു പറയുന്നു, ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിൻ്റെ ആ വിളി നമ്മൾ കേട്ടു. വ അസ്ലഹ്നാ ലഹു ദുരിയത്തഹു, അദ്ദേഹത്തിൻ്റെ സന്തതികളെ പിന്നീട് സന്തതികളുണ്ടാക്കി കൊടുത്തു. അതൊക്കെ നല്ല മക്കളാക്കി. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് തിരിച്ചു കൊടുത്തു. അദ്ദേഹം ഏറ്റവും നല്ല ഒരു കുടുംബനാഥനായി, ആരോഗ്യമുള്ള രോഗം മാറി ആരോഗ്യവാനായി അല്ലാഹു തആല അദ്ദേഹത്തെ പ്രവാചകനാക്കി ജനങ്ങളുടെ മുന്നിൽ നടക്കുന്ന ആളാക്കി മാറ്റി. ഞാൻ ഈ ചരിത്രം പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സഹോദരീ സഹോദരന്മാരെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, തവക്കുലാക്കുക. ചിലപ്പോൾ അതായിരിക്കും ഖൈറ്. അംർ ഇബ്നുൽ ജുമൂഹ് റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ള മക്കളുണ്ടായിരുന്നു. ആ മക്കള് അംർ ഇബ്നുൽ ജുമൂഹ് ഉഹദ് യുദ്ധത്തിൻ്റെ സമയമായപ്പോൾ അംർ ഇബ്നുൽ ജുമൂഹ് മക്കളോട് പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ പോകണം, യുദ്ധം ചെയ്ത് മരിക്കണം, ഷഹീദാവണം എന്ന്.
മക്കൾ അതിന് അനുവദിച്ചില്ല. മക്കൾ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലിട്ടു. കാരണം അംർ ഇബ്നുൽ ജുമൂഹിൻ്റെ ഒരു കാല് മുടന്തനായിരുന്നു, നടക്കാൻ പോലും കഴിയാത്ത ഒരു ശാരീരിക ശേഷി കുറഞ്ഞ മനുഷ്യനായിരുന്നു അംർ ഇബ്നുൽ ജുമൂഹ് റളിയല്ലാഹു അൻഹു. ബാപ്പ യുദ്ധത്തിന് പോയാൽ ഓടാൻ പോലും കഴിയില്ല, ശത്രുവിനെ ആക്രമിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ബാപ്പ പോകണ്ട എന്നാണ്, മക്കൾ ഞങ്ങൾ പോയിക്കോളാം എന്നാണ് പറഞ്ഞത്. അതൊന്നും കേൾക്കാതെ അദ്ദേഹം ഉഹദ് യുദ്ധത്തിലേക്ക് പോയി. അദ്ദേഹം ഷഹീദായി. അദ്ദേഹത്തെ യുദ്ധത്തിൽ വെച്ച് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്നുണ്ടൊരു വാക്ക്. നമുക്കൊക്കെ എന്നും പാഠമായ ഒരു വാക്കാണത്. എന്താണത്? കഅന്നി അൻളുറു ഇലൈക തംശി ബിരിജ്ലിക ഹാദിഹി സഹീഹതൻ ഫിൽ ജന്ന. അംറേ, നിന്റെ ഈ മുടന്തുള്ള കാല്, ഈ രോഗമെല്ലാം മാറി നല്ല ആരോഗ്യമുള്ള കാലുകളായി മാറി നീ സ്വർഗത്തിൽ കൂടി നടക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് കാണുന്നുണ്ട് അംറേ. അത്രമാത്രം അദ്ദേഹത്തെ റസൂലുള്ളാഹ് പ്രോത്സാഹിപ്പിച്ചു. ആ മുടന്ത് സ്വർഗത്തിലേക്ക് അല്ലാഹു തആല നീട്ടിവെച്ചു. അവിടെ ആരോഗ്യവാനായി നടക്കുന്നു എന്ന് അള്ളാഹു റസൂലിന് വഹി അറിയിച്ചു കൊടുത്തു. അത് റസൂല് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അംറിനോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ നല്ല 2 കാലുകളുമായി നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നു എന്ന്. സഹോദരങ്ങളെ, ഭയപ്പെടേണ്ടതില്ല, നിരാശരാവേണ്ടതില്ല. നമ്മൾക്ക് അല്ലാഹു തആല ഇതിന് പകരം കണ്ണും കാതും നല്ല മനസ്സും നല്ല കുടുംബവും നല്ല ആരോഗ്യവും നൽകും. കണ്ണും കാതും നൽകിയവർക്ക് അല്ലാഹു തആല ഇതുപോലെയുള്ള ഹിദായത്ത് കൊടുക്കണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ യസാലുൽ ബലാഉ ഫിൽ മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ. വിശ്വാസിനിയാണെങ്കിൽ, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആണും അല്ലാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന പെണ്ണും, അവർക്ക് ഏത് തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നാലും, ഫീ നഫ്സിഹി, ശരീരത്തിൽ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിലും, വ വലദിഹി, മക്കളിൽ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിലും, വ മാലിഹി, സാമ്പത്തിക രംഗത്ത് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമൊക്കെ വരികയാണെങ്കിലും, അതിന് പകരം യൽഖല്ലാഹ്, അദ്ദേഹം നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടും. വമാ അലൈഹി മിൻ ഖതീഅ, ഒരു തെറ്റും ചെയ്യാത്ത വിധത്തിലുള്ള, ഒരു തെറ്റും ചെയ്യാത്ത വിധത്തിലുള്ള അവസ്ഥയിൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടതായി അല്ലാഹു തആല കണ്ടുമുട്ടും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവർ, അശ്റത്തുൽ മുബശ്ശരീൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ 10 പേർക്ക് പുറമെയുള്ള കുറച്ച് ആളുകൾക്കും അല്ലാഹു തആല, അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗമുണ്ട് എന്ന് ചീട്ട് കൊടുത്ത് വെച്ച കൂട്ടത്തിൽ ഒരാൾ അംർ ഇബ്നുൽ ജുമൂഹാണ്. ആളുകൾ കണ്ടാൽ അറക്കുന്ന മുഖമുള്ള, എല്ലാവരും അരിക്കാക്കി ആരും പരിഗണിക്കാതെ കളിയാക്കി ചിരിച്ചിരുന്ന, ശരീരഘടനയിലും പാരമ്പര്യത്തിലുമെല്ലാം പിന്നാക്കക്കാരനായി അറിയപ്പെട്ട മറ്റൊരാളായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആർക്കും വേണ്ടാത്ത, ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം ഈമാനോടുകൂടി വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ ഭക്തിയുള്ള ഒരു മനുഷ്യനായി മാറിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ ഇബ്നു റബാഹിനോട് പറയുന്നുണ്ട്, ബിലാലെ, നീ എൻ്റെ മുന്നിൽ കൂടി സ്വർഗത്തിൽ നടക്കുന്ന നിന്റെ കാല് ചെരുപ്പിൻ്റെ ഒച്ച ഞാൻ കേട്ടല്ലോ എന്ന്. ജനങ്ങൾ നിന്നെ മാറ്റി നിർത്തിയാലും ബിലാലെ, സ്വർഗം നിനക്കുണ്ട് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹ് ചീട്ട് കൊടുത്ത, വാക്ക് കൊടുത്ത വ്യക്തിയാണ് ബിലാൽ. പ്രവാചകന്റെ സഹാബിമാരിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്നൊരു സഹാബി ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന് നബി മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാനുള്ള അവസരം കൊടുത്തു. യഥാർത്ഥ ബാങ്ക് കൊടുക്കുന്ന ആൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടും അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിന് കൂടി ബാങ്ക് കൊടുക്കാനുള്ള അവസരം കൊടുത്തു. അദ്ദേഹം ജനങ്ങളുടെ ഒരു അന്ധനായതുകൊണ്ട് കാര്യമായി ഉപകാരമില്ല അദ്ദേഹത്തെ കൊണ്ട് എന്നാണ് പൊതുവെ ധരിക്കപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഖുറൈശികളായ മാന്യന്മാരും പണക്കാരും മഹാന്മാരുമായ ആളുകളോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അവരെ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ധനായ അംറുബ്നുൽ ഉമ്മു മക്തൂം ഇബ്നു അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം നബിയോട് വന്ന് റസൂലെ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നബിയെ തട്ടി വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിന് എപ്പോഴും എന്നോട് ചോദിക്കാലോ, ഇവിടെ ഉള്ള ആൾ തന്നെയല്ലേ, ഈ ഖുറൈശികളായ മാന്യന്മാരായ ആളുകൾ ഇസ്ലാം മതം വിശ്വസിച്ചാൽ ഒരുപാട് ഗുണം കിട്ടുമല്ലോ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിന് പിന്നെയും പഠിപ്പിച്ചു കൊടുക്കാലോ എന്ന് കരുതി നബി അബ്ദുള്ളയോട് പറഞ്ഞു, അബ്ദുള്ള ഒന്നാണ് മാറി നിൽക്ക്, ഞാൻ ഇവരോട് സംസാരിക്കുകയാണ്, പിന്നീട് എൻ്റെ അടുത്തേക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഒരു പ്രയാസത്തോടുകൂടി അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിൽ നിന്ന് നബി തിരിഞ്ഞ് ഖുറൈശികളുടെ നേരെ മുഖം തിരിച്ചു. ഇത് സഹാബികൾക്കൊന്നും പ്രത്യേകമായി ഒന്നും തോന്നിയില്ല. കാരണം വലിയ ആളുകളെ പ്രബോധനം ചെയ്യല്ലേ, നബിയല്ലേ ചെയ്യുന്നത്, ശരിയായിരിക്കാമെന്ന്. പക്ഷേ ചെയ്തത് അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനോട് ആ പ്രവാചകൻ ചെയ്തത് ശരിയായിപ്പോയില്ല എന്ന് അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞയച്ച് അറിയിച്ചു. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. മുഖം തിരിച്ചു കൊണ്ട് നെറ്റി ചുളിച്ച് മുഖം തിരിച്ചുകൊണ്ട് ആ അന്ധനായ അബ്ദുള്ള വന്നപ്പോൾ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞുവല്ലേ, എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്, മേലിൽ അങ്ങനെ ചെയ്തു പോകരുത്. അയാൾ വിശ്വസിച്ചാൽ അയാളിൽ നിന്ന് ഈ ഖുറൈശിയിലെ പ്രമാണിമാര് വിശ്വസിച്ചതിനേക്കാളും എത്രയോ ഗുണം സമൂഹത്തിന് കിട്ടിയേക്കുമല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹു തആല പ്രവാചകനെ, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഉത്തമനായ പ്രവാചകനെയാണ് ആക്ഷേപിച്ചത്. അത് ആക്ഷേപിച്ച് മതിയാക്കിയില്ല. അള്ളാഹു ഒരു അന്ധനെ അവഗണിച്ചതിൻ്റെ പേരിൽ മുഹമ്മദ് നബിയെ അള്ളാഹു ആക്ഷേപിച്ചു എന്ന ആ ഖുർആനിൻ്റെ വചനം, അബസ നെറ്റി ചുളിച്ചു എന്ന പേരിൽ, ആ പേര് വെച്ചുകൊണ്ട് തന്നെ ആ ഖുർആനിൻ്റെ വചനം അല്ലാഹു തആല ഖുർആനിൽ നിലനിർത്തി. ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് ഒരു താക്കീതായിക്കൊണ്ട് അന്ധന്മാരായ ആളുകളെ ആദരിക്കണം. അത് മുഹമ്മദ് നബിയാണെങ്കിൽ പോലും അവരെ അവഗണിക്കരുത് എന്ന ആ ഒരു ബോധം ലോകത്തെല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി ആ സൂറത്ത് അള്ളാഹു നിലനിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ കണ്ടാൽ നബി എഴുന്നേറ്റ് നിന്ന് അയാളെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഇരിക്കാൻ ഇടം കൊടുക്കുകയും അദ്ദേഹത്തെ കൈപിടിച്ച് മുന്നിൽ കൊണ്ടുവന്നിരുത്തുകയും എന്നിട്ട് ഹാദല്ലദീ ആതബനി ഫീഹി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കാൻ കാരണമായ മനുഷ്യനാണ് ഇദ്ദേഹം, അയാളെ ഞാനിനി ഒരിക്കലും അനാദരിക്കുകയില്ല എന്ന് നബി പറഞ്ഞിരുന്നു എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. സഹോദരന്മാരെ, ഇസ്ലാം നിങ്ങൾക്ക് നൽകിയ, നിങ്ങളെപ്പോലെയുള്ള പ്രയാസമുള്ളവർക്ക് നൽകിയ ആദരവ് ചെറിയതൊന്നുമല്ല. ആ ഒരു ആദരവിൽ നമ്മൾ വിശ്വസിക്കണം. ആ സൽവിചാരം നമുക്ക് വേണം. അതോടൊപ്പം ആ സൽവിചാരം നമുക്ക് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രകാശം നമ്മൾ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി പടച്ചോൻ്റെ മാർഗത്തിൽ ജീവിച്ചിട്ടല്ല കാര്യം, എന്തെങ്കിലുമൊക്കെ ലാഭം നേടാനാണ് ശ്രമിക്കേണ്ടത് എന്ന ചിന്ത പിശാച് നമുക്ക് ഇട്ട് തന്നു പോകും. അതൊക്കെ നമ്മൾ പ്രവർത്തിക്കൂ. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സമ്പാദ്യമാർഗം, അതൊക്കെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളൂ. പക്ഷേ അതിനേക്കാളെല്ലാം നാളെ ശാശ്വതമായ ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രകാശം നമുക്ക് കിട്ടണം.
നിങ്ങളുടെ കണ്ണിന് ഈ ദുനിയാവിലെ കാര്യങ്ങൾ കാണാനുള്ള പ്രകാശമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രകാശം അത് വേറെ തന്നെയാണ്. അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. ആ പ്രകാശം കണ്ണിൻ്റെ പ്രകാശമല്ല, നേരെ മറിച്ച് മനസ്സിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം സഹോദരീ സഹോദരന്മാരെ നമ്മളൊക്കെ നേടിയെടുക്കണം. ഞങ്ങൾ കണ്ണുണ്ടായിട്ട് കാണുന്ന ഈ സൂര്യപ്രകാശം, ഈ ബൾബിൻ്റെ പ്രകാശത്തെക്കാളും വലിയ ഒരു പ്രകാശം അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ ഇട്ടു തന്നിട്ടുണ്ട്. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്. രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ നമ്മളെ പഠിപ്പിച്ചു. ആരാണത്? അള്ളാഹു ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. പലതരത്തിലുള്ള ഇരുട്ടും, കണ്ണു കാണാത്ത ഇരുട്ട്, അറിവില്ലാത്ത ഇരുട്ട്, ഖുർആൻ പഠിക്കാത്ത ഇരുട്ട്, അന്ധമായി തോന്നിവാസത്തിൽ ജീവിക്കുന്നതൊക്കെ ഇരുട്ടാണ്. സ്വർഗം കാണുന്ന വെളിച്ചം അവിടെ ഉണ്ടാവില്ല. അത്തരം ഇരുട്ടുകളിൽ നിന്ന് ഇലന്നൂർ, ഈമാനാകുന്ന പ്രകാശത്തിലേക്ക് അള്ളാഹു മനുഷ്യനെ നയിക്കും. അങ്ങനെയുള്ളൊരു കൂട്ടരുണ്ട്. ആ വെളിച്ചം കിട്ടിയവരായിരിക്കണം നമ്മൾ. അള്ളാഹു അതിന് നിങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്നാൽ സഹോദരങ്ങളെ, ഒരുപാട് വെളിച്ചം, കണ്ണിൻ്റെ തെളിമയും ഒരുപാട് വെളിച്ചവും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ വെളിച്ചം കിട്ടാതെ ഇരുട്ടുകളിലേക്ക് അള്ളാഹു നയിക്കുന്ന ആളുകളുണ്ട്. അതാവരാണ്? ഈമാനില്ലാത്ത ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, ഖുർആൻ ഓതാത്ത ആളുകൾ, ഖുർആനിൻ്റെ ആശയം പഠിക്കാത്ത ആളുകൾ. ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. നമുക്ക് ഖുർആനിൻ്റെ വെളിച്ചം, ഖുർആൻ വെളിച്ചമാണെന്ന ഖർജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. മനുഷ്യരെ, നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വെളിച്ചം വന്നിരിക്കുന്നു, വ്യക്തമായ കിതാബ് വന്നിരിക്കുന്നു, രേഖ വന്നിരിക്കുന്നു. ആ നൂറ് ഖുർആനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശം അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദി, അല്ലാഹുവാണ് പ്രകാശം. വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹ് വെളിച്ചം കൊടുത്തില്ലെങ്കിൽ അവൻ എത്ര കണ്ണുണ്ടായിട്ടും വെളിച്ചം കിട്ടുകയില്ല, ഇരുട്ടിൽ തപ്പും. ആ കൂട്ടത്തിലല്ല നമ്മൾ പെടേണ്ടത്. വിശ്വാസികളായ എല്ലാവരോടും അല്ലാഹു തആല പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഇരുട്ടത്ത് നടക്കുമ്പോൾ പള്ളിയിലേക്ക് ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടക്കുന്ന സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു ദുആ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ദുആ എന്നറിയാമോ? നിങ്ങൾ എപ്പോഴും ഇരുട്ടിലാണ്, ആ ഖൽബിൽ പ്രകാശമുണ്ടെങ്കിൽ ഈ ദുആ നിങ്ങൾക്ക് ഓതാം. ഈ ദുആയിൽ കൂടി നമുക്ക് പ്രകാശം കിട്ടും. എന്താണത്? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നീ പ്രകാശം നൽകണമേ. ഒഫീ സംഇ നൂറ. എൻ്റെ കാതിലും എനിക്ക് നീ പ്രകാശം നൽകണമേ. ഒഫീ ബസരി നൂറ. എൻ്റെ കണ്ണിലും പ്രകാശം നൽകണമേ. വാൻ യമീനി നൂറ. എൻ്റെ വലതുഭാഗത്തും പ്രകാശം. വാൻ ഷിമാലി നൂറ. എൻ്റെ ഇടതുഭാഗത്തും പ്രകാശം. വാൻ അമാമി നൂറ. എൻ്റെ മുമ്പിലും. വ ഖൽഫി നൂറ. എൻ്റെ പിന്നിലും പ്രകാശം. വ തഹ്തി നൂറ. എൻ്റെ താഴ്ഭാഗത്തും. വ ഫൗഖി നൂറ. എൻ്റെ മുകൾ ഭാഗത്തും എനിക്ക് നീ പ്രകാശം നൽകണമേ. വജ്അൽ ലീ നൂറ. എല്ലായിടത്തും അല്ലാഹുവേ എനിക്ക് നീ പ്രകാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു കണ്ണുള്ളവരോടും കണ്ണില്ലാത്തവരോടും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകാശമാണ് നമുക്ക് കിട്ടേണ്ടത്. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അറിയുക എന്നതാണ് ഒന്നാമത്തെ പ്രകാശം. പടച്ചവനെ നമ്മൾ അറിയണം. എന്നിട്ട് പടച്ചവനെ നമ്മുടെ മനസ്സിൽ കാണണം. അള്ളാഹുവിനോട് നമ്മൾ എന്ത് സമയത്തും ചോദിക്കണം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം. അതാണ് അള്ളാഹു ആകുന്ന പ്രകാശം. ആ പ്രകാശം കാണാതെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആ പ്രകാശം നമ്മൾ കണ്ടിട്ടില്ല. ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ പ്രകാശം കിട്ടിയ മഹാന്മാരാണ്.
അവരോടല്ല നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണമേ എന്ന് പറയുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ പ്രകാശം കിട്ടാത്ത ആളാണ്. അള്ളാഹുവിനോടാണ് നമ്മൾ വിളിച്ച് തേടേണ്ടത്. മഹാന്മാരായ ഒരു ഷെയ്ഖുമാരോടുമല്ല, അല്ലാത്ത ആരോടും നമ്മൾ വിളിച്ചു തേടിക്കൂടാ. എൻ്റെ മനസ്സിൽ എപ്പോഴും അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നൂറ് പ്രകാശമായ അള്ളയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുന്നതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, സഹായം തേടുമ്പോൾ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. ഈ ഒരു ദൈവീകമായ ഇലാഹിയായ പ്രകാശം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്നെ രക്ഷിക്കാൻ അല്ല മാത്രമേയുള്ളൂ, എൻ്റെ സങ്കടം കേൾക്കാൻ അല്ല മാത്രമേയുള്ളൂ, എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്നവൻ അല്ല മാത്രമാണ്. എന്നെ എൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അകറ്റാനും എൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനും അല്ലാഹ്ക്കേ കഴിയൂ. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് മാത്രമേ തേടൂ, അള്ളാഹുവിനോട് ദുആ ചെയ്യൂ എന്നിങ്ങനെ തൗഹീദിൻ്റെ ആ ഒരു ആശയത്തിലേക്ക് നമ്മളൊക്കെ വരണം സഹോദരന്മാരെ. ഒന്നാമതായി അള്ളാഹുവിൻ്റെ പ്രകാശം നമുക്ക് കിട്ടണം. രണ്ടാമതായി ഖുർആനിൻ്റെ പ്രകാശം നമുക്ക് കിട്ടണം. ഖുർആൻ നമുക്ക് പ്രകാശമാണ്. ഖദ് ജാഅക്കും മിനല്ലാഹി വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. മനുഷ്യരെ, കണ്ണുള്ളവരെ, കണ്ണില്ലാത്തവരെ, കാതുള്ളവരെ, ചെവി കേൾക്കാത്തവരെ, സംസാരിക്കുന്നവരെ, സംസാരിക്കാത്ത ഊമകളെ, നിങ്ങൾക്ക് അല്ലാഹു വ്യക്തമായ ഒരു കിതാബ് പ്രകാശം നൽകിയിട്ടുണ്ട്, ഖുർആൻ. ആ ഖുർആൻ നിങ്ങളൊക്കെ പഠിക്കണം. ഖുർആനിൻ്റെ പരിഭാഷ ബ്രെയിലി ലിപിയിൽ കുറച്ച് അല്പാൽപമായി ഇങ്ങനെ പ്രിന്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പഠിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും ഖുർആൻ കഴിയാവുന്നിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ പഠിക്കാൻ സമയം കാണണം. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതി പഠിക്കുക. ഫഇന്നഹു യകൂനു ശഫീഅൻ ലി അസ്ഹാബിഹി, ഖുർആൻ പഠിച്ചവരുടെ കൈ പിടിക്കാൻ പരലോകത്ത് ഖുർആനേ വരൂ. ഇന്ന് നിങ്ങളെ റോട്ടിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവരാൻ വളണ്ടിയർമാരുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചായ തരാനും അതിൻ്റെ ക്ലാസ് വാങ്ങാനും നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാനും ഒക്കെ കൈപിടിക്കാൻ ഇതിൻ്റെ വളണ്ടിയർമാരുണ്ട്. പരലോകത്ത് എല്ലാവരും യാ നഫ്സി യാ നഫ്സി, എൻ്റെ നഫ്സേ എൻ്റെ നഫ്സേ എന്നും പറഞ്ഞ് അമ്പിയാക്കന്മാർ വരെ യാ നഫ്സി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൈ പിടിക്കാൻ ഒരേ ഒന്ന് മാത്രമേ നമുക്കുള്ളൂ. അത് നാം പഠിച്ച പരിശുദ്ധ ഖുർആൻ. ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ ഓതി പഠിക്കുക. ഫഇന്നഹു യകൂനു ശഫീഅൻ ലി അസ്ഹാബിഹി, ആ മഹ്ശറ ലോകത്ത് നമ്മളെ കൈ പിടിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നമുക്ക് ശുപാർശ ചെയ്യുന്ന അത് ഖുർആൻ മാത്രമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ വലിയ നേതാവാണ്, കണ്ണും കാതുമുള്ളവനാണ്, പണമുള്ളവനാണ്, അതൊന്നുമല്ല അള്ളാഹു പറഞ്ഞത്. മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആളാണ്. അതുകൊണ്ടാണ് എല്ലാവരാലും അകറ്റപ്പെട്ട അടിമകളായ കറുകറുത്ത ഈർക്കിളി പോലെ ശരീരമുള്ള മെലിഞ്ഞൊട്ടിയ മുഖമുള്ള ആരും നോക്കാൻ മടിക്കുന്ന മ്ലേച്ഛമായ അതല്ലെങ്കിൽ കാണാൻ സൗന്ദര്യമില്ലാത്ത ആ മുഖമുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ജുമൂഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഖുർആൻ പഠിച്ചവരാണ്. അവർക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഖുർആൻ പഠിച്ചത് കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു, ഖുർആൻ പഠിച്ചവർക്കും പഠിപ്പിച്ചവർക്കുമാണ് ഈ ഭൂമിയിൽ നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടതയുള്ളത് എന്ന്. നമ്മൾ ഖുർആൻ പഠിക്കണം. എല്ലാ ദിവസവും ഓതുന്ന ആ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ, അതിൻ്റെ അർത്ഥസഹിതം. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ അർത്ഥത്തോടുകൂടി ഒന്ന് പഠിപ്പിച്ചു നോക്കൂ. ഔദും ബിസ്മി ഓതിയിട്ട് നമ്മളൊക്കെ കൂട്ടമായിട്ടും സഫായിട്ടും നിന്ന് അള്ളാഹുവിനോട് പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പഠിച്ചവനെ നിനക്കാണ് സർവസ്തുതിയും,
അപ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് അള്ളാഹ് നൽകിയ നിഅമത്ത്, കണ്ണില്ലെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് കയ്യും കാലും തന്നല്ലോ, കണ്ണില്ലെങ്കിലും നല്ല ഒരു ഹിദായത്ത് നൽകിയല്ലോ. കണ്ണുണ്ടായിട്ടും അല്ലാഹു തആല ഇതൊന്നും നൽകാത്ത എത്ര ആളുകളുണ്ട്. അപ്പം നമ്മളൊക്കെ അൽഹംദു പറയുമ്പോൾ അല്ലാഹുവേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തുള്ളവരെല്ലാം പോറ്റി വളർത്തുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹുവിന് നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മളങ്ങനെ സ്തുതി മുകളിലേക്ക് ആകാശലോകത്തേക്ക് അള്ളാഹുവിനിങ്ങനെ കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു നമുക്കൊരുപാട് കരുണ തന്നിട്ടുണ്ട്, ദയ തന്നിട്ടുണ്ട്. ഇനി കണ്ണെന്ന കാരുണ്യം തന്നിട്ടില്ലെങ്കിലും നാളെ അല്ലാഹു തആല ഈ കാരുണ്യവും കൂടി പരലോകത്ത് നമുക്ക് നൽകും. അർ-റഹീം, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവർക്ക് എല്ലാ കാരുണ്യവും പൂർത്തിയാക്കി കൊടുക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് നമ്മൾ അർ-റഹ്മാനിർ റഹീം എന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ നമ്മുടെ ആ ഒരു അള്ളാഹുവിൻ്റെ കാരുണ്യം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും, മലക്കുകളെ, ഈ മലപ്പുറത്തെ പള്ളിയിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മുസല്ലയിലിരുന്ന് എൻ്റെ ഒരു അടിമ, ആണായ അടിമ, പെണ്ണായ ആ അടിമ എന്നെ സ്തുതിക്കുന്നുണ്ട്, ഞാൻ അവന് ആ സ്തുതി കേട്ട് അനുഗ്രഹം നൽകും. എൻ്റെ കാരുണ്യം, ഞാൻ ചെയ്തു കൊടുത്ത കാരുണ്യം അവൻ അറിഞ്ഞ് എനിക്ക് അതിനുള്ള മറുപടി നന്ദി കാണിക്കുന്നുണ്ട്, ഞാൻ അവൻ ആ കാരുണ്യത്തിന് പകരം കാരുണ്യം നൽകും. മാലിക് യൗമിദ്ദീൻ, ഫാത്തിഹയിൽ നമ്മൾ മാലിക് യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ നാളെ പരലോകത്ത് മനുഷ്യനെയെല്ലാം മഹ്ശറ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ വിചാരണ ചെയ്യുമ്പോൾ ആ വിചാരണയിൽ സത്യം മാത്രം അനുസരിച്ച് നീതിപൂർവകമായി വിചാരണ ചെയ്യുന്ന ഏകനായ അള്ളാഹു എന്ന അർത്ഥം വരുന്ന മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ പറയുമ്പോൾ മലക്കുകളോട് അല്ലാഹ് പറയും, ദുനിയാവിൽ ഞാൻ അവന് കൊടുക്കുന്ന കാരുണ്യത്തിനുള്ള നന്ദി മാത്രമല്ല, പരലോകത്തും ഞാനാണ് പരമാധികാരിയായ റബ്ബ് എന്ന് അവൻ അംഗീകരിച്ചിരിക്കുന്നു. അവൻ സ്വർഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, പരലോകത്ത് പോയി നിന്ന് നോക്കിയിട്ടില്ല, പരലോകം എങ്ങനെയാണെന്ന് പോലും അറിയാത്ത അവൻ ഖുർആനിൽ നിന്നും നബി വചനങ്ങളിൽ നിന്നും പരലോകത്തെ മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തിൻ്റെയും പരമാധികാരിയായത് അള്ളാഹുവാണ് എന്ന എൻ്റെ മഹത്വം ഇഹലോകത്തെന്ന പോലെ പരലോകത്തുള്ള മഹത്വവും അവൻ എനിക്ക് അംഗീകരിച്ച് വകവെച്ച് തരുന്നുണ്ട്. മലക്കുകളെ, ഞാൻ അവന് പരലോകത്തും രക്ഷ നൽകും എന്നുള്ള മലക്കുകളോട് പറയുന്ന പറയേണ്ടത്. ഇയ്യാക നഅ്ബുദു, പിന്നെ തുടർന്നുകൊണ്ട് അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ നേർച്ച, ഞങ്ങളുടെ വഴിപാടുകൾ, ഞങ്ങളുടെ തവക്കുല്, ഞങ്ങളുടെ പ്രതീക്ഷ ഒന്നും റബ്ബേ നീയല്ലാതെ മറ്റൊരു സൃഷ്ടികൾക്കും ഞങ്ങൾ കൊടുക്കില്ല. നീ മാത്രമാണ് സ്തുതിക്കർഹൻ, നീ മാത്രമാണ് പരമകാരുണികൻ, നീ മാത്രമാണ് പരലോകത്തെ രക്ഷാധികാരി. അതുകൊണ്ട് നിന്നോട് മാത്രം ഞങ്ങൾ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു പറയുമ്പോൾ അല്ലാഹ് പറയും, എൻ്റെ മലക്കുകളെ, അവൻ എന്നെ മാത്രം ആരാധിക്കുമെന്ന് തീർത്ത് പറയുന്നുണ്ട്. എനിക്ക് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചു, എൻ്റെ കാരുണ്യം അവൻ അംഗീകരിച്ചു, പരലോകത്ത് എൻ്റെ ഉടമസ്ഥാവകാശം അവൻ എനിക്ക് വകവെച്ച് തന്നു. ഇനി അവൻ്റെ പ്രാർത്ഥനയും തേട്ടവും ദ്വാഴയും എന്നോട് മാത്രമേ ആകൂ എന്നാണ് അവൻ നമസ്കാരത്തിൽ ഇമാമിൻ്റെ പിന്നാലെ നിന്നും ഒറ്റക്ക് നിന്നും അവൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കും. അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ വചനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് ഞാൻ സഹായം തേടുന്നു. അല്ലാഹ് പറയും, ശരി, എന്നെ മാത്രം ആരാധിച്ച് സ്തുതിക്കുന്ന അടിമക്ക് ഞാൻ എൻ്റെ സഹായം കൊടുക്കും. ഹാദാ ബൈനി വബൈന അബ്ദി, ഈ ഒരു വാക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ ആരാധിക്കുന്നു എന്ന് അവർ ഭൂമിയിൽ നിന്ന് എന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്നോട് സഹായം ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് സഹായം മഴ പെയ്യുന്നത് പോലെ വർഷിച്ചു കൊടുക്കും. ഇത് പൗതി അവൻ എനിക്ക് തന്നു,
പകുതി ഞാൻ അവന് കൊടുക്കുന്നു, അവന് എനിക്ക് ആരാധന തന്നു, അവന് ഞാൻ സഹായം കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ ഈദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ചേർക്കണം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നല്ല മനുഷ്യന്മാർ ജീവിച്ച് മരിച്ച മാർഗത്തിൽ ചേർക്കണം. വൈരിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹിൻ്റെ കോപം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിലാക്കരുത്. വലദ്ദാല്ലീൻ, പിഴച്ചുപോയ ആളുകളുടെ കൂട്ടത്തിലാക്കരുത് എന്ന് ഫാത്തിഹയുടെ പകുതി ഭാഗം നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങുമ്പോൾ അള്ളാഹ് പറയും, ഞാൻ അവന് ചോദിച്ചതൊക്കെ കൊടുക്കും. ഈ ഒരു ബോധം നമ്മൾ ഫാത്തിഹയിൽ കൂടി ഉണ്ടാകുമ്പോൾ, നമ്മൾ ഫാത്തിഹ പഠിച്ച് ഇയ്യാക നഅ്ബുദു വരെ അള്ളാഹ്ക്കും ഇയ്യാക നഅ്ബുദുവിൻ്റെ ശേഷം നമുക്ക് ഇങ്ങോട്ടും ചോദിച്ചു വാങ്ങുകയാണ്. സൂറത്തുൽ ഫാത്തിഹയും നമസ്കാരവും പകുതി അള്ളാഹ്ക്കും പകുതി നമുക്കും. കണ്ടില്ലേ, സുജൂദിലും റുക്കോയിലൊക്കെ അള്ളാഹ്ക്കുള്ള പ്രകീർത്തനങ്ങളാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അളീം എന്നൊക്കെ. എന്നാൽ ഇടയിലെ ഇരുത്തത്തിലോ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി, അള്ളാഹിനോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. പകുതി അങ്ങോട്ട് കൊടുക്കുന്നു, പകുതി ഇങ്ങോട്ട് വാങ്ങുന്നു. ഇതൊക്കെ നമുക്ക് ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ നമസ്കരിക്കണം, ഖുർആൻ ഓതണമെങ്കിൽ നമുക്ക് ഖുർആൻ പഠിക്കണം സഹോദരന്മാരെ. അത് നമ്മളെ കൈപിടിക്കാൻ വളണ്ടിയർമാരില്ലാത്ത ഒരു ലോകത്ത് നമ്മളെ കൈപിടിക്കാൻ ഖുർആൻ വരും. അപ്പോൾ ഖുർആൻ പഠിച്ചുകൊണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ ഇയ്യാക നഅ്ബുദു വരെ നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ, നമുക്ക് ബാക്കിയുള്ളത് ഇയ്യാക നസ്തഈൻ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, ആ മനുഷ്യ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ആ ബന്ധം 5 നേരം അതിലേറെ സമയവും ഉറച്ചുറച്ച് നമ്മൾ പഠിച്ചവൻ്റെ അഹ്ലുകാരായി മാറും. അങ്ങനെയുള്ള ആളുകളാവാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ പ്രയാസങ്ങൾക്ക് നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അഥവാ നമ്മൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കുറച്ച് പെട്ടെന്ന് ഉത്തരം നൽകിയില്ലെങ്കിൽ പോലും അള്ളാഹു തആല പിന്നീടെങ്കിലും നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ ദുആ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല നികത്തി തരുമാറാവട്ടെ. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രകാശത്തോടുകൂടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.